ഇപ്പോൾ തന്നെ കാണും. ദൈവത്തിൽ ആത്മാർത്ഥമായി മുട്ടുമുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം വിളി കേൾക്കും. നമ്മൾ ഇത്രയും മെഡിക്കൽ സയൻസൊക്കെ ഇത്രയും, ഞാൻ ഡോക്ടറാണ്, ഇത്രയും പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു 10% അകത്തൊക്കെ ഉള്ളൂ, നമുക്ക് ചെറിയ സ്ഥലം. പക്ഷേ മറ്റ് ഡോക്ടേഴ്സൊക്കെ കൈയൊഴിയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അത് മാറുന്നത്. നമ്മളൊരു 10% ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നല്ലാണ്, ബാക്കി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ പണ്ട് പറയും ദൈവം പാതി ഞാൻ പാതി ദൈവം പാതി, അങ്ങനെയല്ല, ദൈവം തന്നെയാണ് മുഴുവനും എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു, സാറാമ്മ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുഞ്ഞാണ്. ഒരു 2019 നവംബർ 19 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഈ കുഞ്ഞിന് ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് ഒരാഴ്ചയായിരുന്നു. അപ്പം രക്ഷപ്പെടില്ല എന്ന് ആദ്യത്തെ സ്കാനിങ്ങിലും ഒക്കെ കണ്ടപ്പോൾ 4th സ്റ്റേജായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇവർ വലിയൊരു ട്രീറ്റ്മെൻറ്റിന് പോയി. ഞാൻ ഉടമ്പടി എടുത്തത് ഇവരറിഞ്ഞിരുന്നില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തൊരു 6 months ആയപ്പോഴാണ് ഇവരത് ശരിക്കും അറിയുന്നത്. ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആ സമയത്ത്. എല്ലാവരും കുഞ്ഞ് രക്ഷപ്പെടില്ല എന്ന് തീർത്ത് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിച്ചു. കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റിലൂടെ പരിപൂർണ സൗഖ്യം ലഭിച്ചു. ഇന്ന് ഈ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ പേരൻസ് ഡോക്ടേഴ്സാണ്, ബാക്കി അവർ പറഞ്ഞു തരും. ഞാൻ ഡോക്ടർ ബിനു, ഇതെൻ്റെ വൈഫ് ഡോക്ടർ ഡിവീനിയ, എൻ്റെ മൂത്ത മോന് ജൊഹാൻ, ഇളയ മോന് നെയ്തനാണ് അസുഖമുണ്ടായ വ്യക്തി. നെയ്തന് ന്യൂറോബ്ലാസ്റ്റോമ എന്നൊരു അസുഖമാണ്. അത് കിഡ്നിക്ക് അടുത്ത് വരുന്ന ഒരു ക്യാൻസറാണ്, ഒരു മുഴയാണ്. അപ്പോൾ ഇവന് വയറൊക്കെ വീർത്തി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ക്യാൻസർ എന്ന രീതിയിൽ ഒരു ഇതും ആയിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, രാത്രി സമയങ്ങളിൽ ഇങ്ങനെ കരയുമായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് സ്കാൻ ജസ്റ്റ് നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ വയറ്റിലൊരു മുഴ കണ്ടു. പിന്നെ ആ മുഴ കൺഫേം ചെയ്തതിൻ്റെ CT സ്കാൻ എടുത്തപ്പോൾ ന്യൂറോബ്ലാസ്റ്റോമ എന്ന് മനസ്സിലായി. അപ്പോൾ ന്യൂറോബ്ലാസ്റ്റോമയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ ഒരു 20% ചാൻസേ ഉള്ളൂ ജീവൻ കിട്ടാൻ. പിന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അത് കഴിഞ്ഞാൽ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയത്തിന് ചെയ്തിരുന്നാൽ തന്നെയും മാക്സിമം 40 മുതൽ 50% ഡോക്ടർമാർ പറഞ്ഞു, RCCയിലും അതുപോലെ തന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലും. അപ്പോൾ ഞങ്ങൾ വീട്ടിനടുത്ത് RCCയുടെ അടുത്താണ് താമസിക്കുന്ന. RCCയിൽ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടു. പക്ഷേ കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെൻറ്റ് വെല്ലൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി ആദ്യത്തെ ചികിത്സയൊക്കെ നടത്തി. പിന്നെ അടുത്തായത് കാരണം കീമോതെറാപ്പിയൊക്കെ RCC തന്നെ തുടർന്നു. അപ്പോൾ എങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, ബാക്കിയുള്ളവരുമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ അവരൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആൻറ്റി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളറിയാതെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. പിന്നെയാണ് ആൻറ്റി പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുവാന്ന്, ഞാൻ എന്തായാലും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഏകദേശം 2019 നവംബറിലാണ് അസുഖം ഡിറ്റക്റ്റ് ചെയ്തത്. ഇപ്പം ഏകദേശം 3 കൊല്ലത്തോളമായി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അവൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പം 1 കൊല്ലമായിട്ട് അവന് ഫോളോ അപ്പിലാണ്. ഇപ്പം അവന് യാതൊരു പ്രശ്നവും ഇല്ല, പൂർണ്ണ ആരോഗ്യവാനാണ്. ഉടമ്പടി തൈലം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ആൻറ്റി പിന്നെ പറഞ്ഞു എന്തായാലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്തായാലും ഒരു പ്രശ്നം വരത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഇതിലൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇതിൽ വന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഡോക്ടേഴ്സാണ്. ഇപ്പോൾ ഒരു ചൊല്ലുണ്ട്, ഡോക്ടേഴ്സ് ട്രീറ്റ് ദ പേഷ്യൻറ്റ് ബട്ട് ഹീലിംഗ് ഈസ് ബൈ ഗോഡ്. എന്തായാലും നമ്മൾ എത്ര ചികിത്സിക്കാൻ തന്നെയും രോഗസൗഖ്യം ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് ആർക്കും ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുണ്ട്. എന്തായാലും ഇത്രയും സഹായിച്ച വലിയ ദൈവത്തിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതിന് ഉടമ്പടി ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൻറ്റിക്കും നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ അവസരത്തിൽ ഇവിടുത്തെ ഈ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ വന്നു പോകുന്നവർ തന്നെ ഈ അവസരത്തിൽ ഇപ്പോഴത്തന്നെ കാണും. ദൈവത്തിൽ ആത്മാർത്ഥമായി മുട്ടുമുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം വിളി കേൾക്കും. നമ്മൾ ഇത്രയും മെഡിക്കൽ സയൻസൊക്കെ ഇത്രയും, ഞാൻ ഡോക്ടറാണ്, ഇത്രയും പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു 10% അകത്തൊക്കെ ഉള്ളൂ, നമുക്ക് ചെറിയ സ്ഥലം. പക്ഷേ മറ്റ് ഡോക്ടേഴ്സൊക്കെ കൈയൊഴിയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അത് മാറുന്നത്. നമ്മളൊരു 10% ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നല്ലാണ്,
ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ പണ്ട് പറയും ദൈവം പാതി ഞാൻ പാതി ദൈവം പാതി. അങ്ങനെയല്ല, ദൈവം തന്നെയാണ് മുഴുവനും എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം. ഇതിൽ ഈ ഡോക്ടർ പറഞ്ഞതിൽ പറഞ്ഞ ഒരൊറ്റ സെൻറ്റൻസ് എല്ലാം ഉണ്ട്. ഡോക്ടേഴ്സ് ട്രീറ്റ് ദ പേഷ്യൻസ് ബട്ട് ഹീലിംഗ് ഈസ് ഓൾവേസ് ഡൺ ബൈ ഗോഡ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തൊരു രോഗം വന്നാലും നമ്മൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പോകും. പക്ഷെ അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തുന്നതിന് കർത്താവിൻ്റെ കരങ്ങൾ തന്നെ വേണം. എന്നിട്ട് ഡോക്ടർ ബിനു അല്ലേ, ഡോക്ടർ തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ പറയും താൻ പാതി ദൈവം പാതി. അങ്ങനെയൊന്നും ഇല്ല. ദൈവം തന്നെയാണ് എല്ലാം ഒന്നാണ് ഈ മകൻ സാക്ഷ്യമാണ്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഇവരുടെ കുഞ്ഞിനാണ് ക്യാൻസർ വരണത്. അപ്പോൾ പറഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ റേഡിയേഷന് പോകാം, കീമോതെറാപ്പി ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മജ്ജ മാറ്റി വെക്കാം, ബോൺമാരോ ചെയ്യാം. അപ്പോൾ ഇത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മളുടെ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ആ വ്യക്തിയുടെ ആത്മാവിനെ ദൈവം ജീവൻ വേണമെങ്കിൽ അത് കർത്താവ് തന്നെ തീരുമാനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്മ ഇത് അറിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഈ കുഞ്ഞിന് വേണ്ടി ഇവിടെ വന്നായിരുന്നു. അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടുകൂടെ പറഞ്ഞിട്ട് ഈ കുഞ്ഞിന് വേണ്ടി കൃത്യമായിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ സാക്ഷ്യമൊന്നുമല്ല. 4th സ്റ്റേജ് ക്യാൻസർ ആയിട്ടുള്ള ഒരുപാട് മക്കളുടെ സാക്ഷി ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേർച്ച വസ്തുക്കളുടെ ഉടമ്പടി തൈലമാണെങ്കിലും ഉടമ്പടി ഉപ്പാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ അത് പ്രശ്നം. അതിൻ്റെ കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കുർബാനയ്ക്ക് ശേഷം മുട്ടുമേ നിന്ന് 12 തരം പ്രാർത്ഥനകൾ ചൊല്ലിയാണ് നേർച്ച വസ്തുക്കൾ ഇവിടെ ബ്ലെസ് ചെയ്യണത്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്നാണ്, അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിനെ ഉടമപ്പെടുത്തിയാണത്. അത് എന്ത് രോഗമാണെങ്കിലും ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും ഈശോയ്ക്കാണ് നമ്മൾ ഉടമപ്പെടുത്തുന്നത്. ദൈവത്തിനെ കർത്താവിനെ ഉടമപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. കാരണം ഈശോ അത് ഏറ്റെടുത്തുകൊള്ളും. അപ്പം അതുകൊണ്ടാണ് ദമ്പതികൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. പക്ഷേ അവരുടെ കുഞ്ഞിനൊരു ആപത്ത് വന്നു. ആ സമയത്ത് ഇവരെ പരിചയമുള്ള ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. പരിശുദ്ധ അമ്മ ഈ അമ്മയുടെ കൂടെ യാത്ര ചെയ്തു, ആ കുഞ്ഞിൻ്റെ കൂടെ ചെന്നു. ഈ കുഞ്ഞിന് എത്രയും 20% പറയണത് സൗഖ്യം കിട്ടാനുള്ള ഒരു മാർഗം. പക്ഷേ ഇന്ന് ഈ കുഞ്ഞിനെ ഏറ്റവും ആരോഗ്യത്തോടെ ഈ അൾത്താരയിൽ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനമാണ്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.